iPhone 15 സീരീസ് ലോഞ്ച് ചെയ്യാൻ ഏകദേശം ഒരു മാസം കൂടെ ഉള്ളൂ. അതായത് സെപ്റ്റംബറിലാണ് ഇതിൻ്റെ ലോഞ്ചും കാര്യങ്ങളും പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 15 സീരീസിൽ വരാനിരിക്കുന്ന കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്ഗ്രേഡിനെ കുറിച്ച് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് കൺഫേംഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക. അതായത് ഈ ഒരു അപ്ഗ്രേഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക. ആദ്യം തന്നെ ബാറ്ററിയിലാണ് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് iPhone 15 നമുക്ക് പ്രീവിയസ് വേർഷനേക്കാളും 18% ബാറ്ററി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ബൂസ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 15 പ്ലസ്സിൽ നോക്കുകയാണെങ്കിൽ 13% മോർ ബാറ്ററി നമുക്ക് കിട്ടുന്നുണ്ട്. 15 പ്രോയിൽ നോക്കുകയാണെങ്കിൽ 14% ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. 15 പ്രോ മാക്സിൽ നോക്കുകയാണെങ്കിൽ 12% ബാറ്ററി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 15 പ്ലസ്സിലാണ് കുറച്ചുകൂടെ ഹ്യൂജ് ആയിട്ടുള്ള ബാറ്ററി കാര്യങ്ങൾ വരുന്നത്. പക്ഷേ 15 പ്രോ മാക്സിലും അത്യാവശ്യം ബാറ്ററി കാര്യങ്ങളും ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് ഡൈനാമിക് റിഫ്രഷ് റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഈ ഒരു പ്രോ വേരിയന്റുകളിൽ ആപ്പിളിന് ഏറ്റവും പുതിയ A17 ചിപ്സെറ്റാണ് വരുന്നത്. അതും 3 നാനോമീറ്റർ ഫാബ്രിക്കേഷൻ ഉള്ള ചിപ്സെറ്റും കാര്യങ്ങളാണ്. അപ്പോൾ 5 നാനോമീറ്റർ ചിപ്സെറ്റിനെക്കാളും കുറച്ചുകൂടെ പവർ എഫിഷ്യൻസി ഈ ഒരു 3 നാനോമീറ്റർ ചിപ്സെറ്റിന് വരുന്നുണ്ട്. iPhone 15 പ്രോ സീരീസിന്റെ ബേസ് മോഡൽ എന്ന് പറയുന്നത് 256 GB സ്റ്റോറേജ് വേരിയന്റ് ആയിരിക്കും വരാൻ പോകുന്നത്. 128 GB സ്റ്റോറേജ് വേരിയന്റ് ആയിരിക്കില്ല, 256 GB സ്റ്റോറേജ് വേരിയന്റ് ആയിരിക്കും ബേസ് മോഡൽ വരാൻ പോകുന്നത്. ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കുറേ അധികം ആപ്പിൾ യൂസേഴ്സിന് യൂസ്ഫുൾ ആവുന്ന ഒരു ഓപ്ഷനാണ്. കാരണം വെച്ചാൽ ബേസ് മോഡലിൽ 128 GB സ്റ്റോറേജ് മാറ്റിയിട്ട് 256 GB സ്റ്റോറേജ് വേരിയന്റ് ആണ് കൊണ്ടുവരുന്നത്. iPhone 15 പ്രോ മാക്സിൽ നമുക്ക് പെരിസ്കോപ്പ് ലെൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഉള്ള സൂം ലെവൽ എന്ന് പറയുന്നത് 3x സൂം ലെവലും കാര്യങ്ങളാണ് വരുന്നത്. പക്ഷേ അതിലും കൂടുതലും ഒരു സൂം ലെവലും കാര്യങ്ങളും വരുന്നുണ്ട്. അതായത് ഇതിനെക്കാട്ടി കുറച്ചും കൂടെ സൂം ലെവലും കാര്യങ്ങളും ഈ ഒരു 15 പ്രോ മാക്സിൽ വരും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ സോഴ്സ് പ്രകാരം നമുക്കറിയാനിരിക്കുന്നത് 5x to 6x ആ ഒരു സൂം ലെവൽ വരെ ആയിരിക്കും നമുക്ക് ഈ ഒരു പെരിസ്കോപ്പ് ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് സൂം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ അറിഞ്ഞ ഡീറ്റെയിൽസ് വെച്ച് നോക്കുന്ന സമയത്ത് 5 to 6 ആയിരുന്നു മാക്സിമം സൂം ലെൻസും കാര്യങ്ങളും ഈ ഒരു 15 പ്രോ മാക്സിൽ വരാൻ പോകുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ നമുക്കൊരു കൺഫേം ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. 6x വരെയാണ് മാക്സിമം സൂം ലെൻസും കാര്യങ്ങളും ഇതിൽ വരാൻ പോകുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു സോഴ്സ് പ്രകാരം നമുക്ക് 15 സീരീസിൽ ഹൈബ്രിഡ് ലെൻസും കാര്യങ്ങളും വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലാരിറ്റി ഉള്ള ഇമേജസും കാര്യങ്ങളും വരും. അതുപോലെ ഇമ്പ്രൂവ് ആയിട്ടുള്ള കളർ റെസൊല്യൂഷനും കാര്യങ്ങളും ഉണ്ടാവും. ബട്ട് ചിലപ്പം ഈ ഒരു ഇത് നമുക്ക് ഈ ഒരു 15 സീരീസിലുണ്ടാവില്ല. ചിലപ്പം അടുത്ത വർഷം 16 സീരീസിലായിരിക്കും ഈ ഒരു ഹൈബ്രിഡ് ലെൻസ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ചില ലീക്സും കാര്യങ്ങളും പറയുന്നത്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ സോഴ്സുകൾ പ്രകാരമാണെങ്കിൽ നമുക്ക് ഈ ഒരു 15 സീരീസ് പ്രീവിയസ് വേർഷനെക്കാളും കുറച്ചധികം പ്രൈസും കാര്യങ്ങളും കൂടുതലായിരിക്കും വരാൻ പോകുന്നത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത്. 256 GB സ്റ്റോറേജ് വേരിയന്റ് ഉള്ളതുകൊണ്ടല്ല ഈ ഒരു പ്രൈസും കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ 14 സീരീസ് വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഹയർ ആയിട്ടുള്ള രീതിയിലുള്ള പ്രൈസും കാര്യങ്ങളും ഈ ഒരു 15 സീരീസിൽ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സോഴ്സുകൾ പറയുന്നത്. ഈ 15 സീരീസ് സെപ്റ്റംബറിലായിരിക്കും ലോഞ്ച് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ചെറിയ ഡിലേയും കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 14 സീരീസ്, അതായത് പ്രീവിയസ് വേർഷൻ്റെ 14 പ്ലസ് എന്ന് പറയുന്ന മോഡൽ ലോഞ്ച് ചെയ്തത് ഒക്ടോബറിലായിരുന്നു. കറക്റ്റ് അവർ പറഞ്ഞ ഡേറ്റിലൊന്നും അല്ലായിരുന്നു ലോഞ്ച് ചെയ്തിരുന്നത്. അപ്പം അങ്ങനെ ഒരു ഡിലേ വരുന്ന സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു 15 സീരീസിലും ഇങ്ങനെ ഒരു ഡിലേ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒക്ടോബറിലായിരിക്കും ഇതിൻ്റെ ചിലപ്പോൾ ലോഞ്ചിങ് കാര്യങ്ങളും ഉണ്ടാവുക. അതായത് ഒന്നെങ്കിൽ സെപ്റ്റംബർ ലാസ്റ്റ് വീക്ക്, അതല്ലെങ്കിൽ ഒക്ടോബർ ഫസ്റ്റ് വീക്ക്, ആ ഒരു ടൈം ലൈനിലായിരിക്കും ചിലപ്പം ഈ ഒരു 15 സീരീസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡിലേ വരാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബിൽഡും കാര്യങ്ങളും, അതായത് എല്ലാ 15 സീരീസിലും നമുക്ക് ഡൈനാമിക് അലൈൻമെൻറ്റും കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടൈറ്റാനിയം ആയിട്ടുള്ള ബോഡിയും കാര്യങ്ങളാണ് വരുന്നത്. റൗണ്ടർ ആയിട്ടുള്ള എഡ്ജും കാര്യങ്ങളായിരിക്കും ഈ ഒരു മോഡൽ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കുറച്ചുകൂടെ മാനുഫാക്ചർ ചെയ്യാൻ ടൈം എടുക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സോഴ്സും കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ ചിലപ്പം ഡിലേയും കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പം അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടാവില്ല. ഈ ഒരു സെപ്റ്റംബറിൽ തന്നെ ലോഞ്ചും കാര്യങ്ങളുണ്ടാവും. എന്തിനായാലും ഇത്രയും ഡീറ്റെയിൽസാണ് നമുക്ക് കുറച്ച് അപ്ഗ്രേഡബിൾ ആയിട്ടുള്ള ഈ ഒരു 15 സീരീസിൽ വരാൻ പോകുന്ന ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തിനായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമൻറ്റായിട്ട് അറിയിക്കുക. എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ട് എന്ത് തോന്നുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ കൂടുതൽ വീഡിയോസിന് വേണ്ടി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുപോലെ എല്ലാവർക്കും ഗുഡ് ബൈ.